1954 തലശ്ശേരി രൂപത ഉണ്ടായല്ലോ. തലശ്ശേരി രൂപത ഉണ്ടായ ശേഷം നമ്മൾ മടമം കോളനിയിൽ ഒത്തിരി പള്ളികളുണ്ട്, രാജപുരത്ത് പള്ളികളുണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മൾ കുർബാന ക്രമത്തിൻ്റെ ഇടയിൽ നമ്മുടെ ബിഷപ്പിൻ്റെ, കോട്ടയത്തെ ബിഷപ്പിൻ്റെ പേരില്ല ചെല്ലാറ്, തലശ്ശേരി ബിഷപ്പിൻ്റെ പേര് ചെല്ലാറില്ല, ഞാൻ കേട്ടില്ല. ഇന്ന് ഇപ്പോൾ വിദേശങ്ങളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ UK യിലും ഇംഗ്ലണ്ടിലും കാനഡയിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ അവിടുത്തെ ബിഷപ്പിന്റെ പേര് പറയണം. അത് ബിഷപ്പിന്റെ അണ്ടറിലാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് രൂപതയുടെ കീഴിൽ നിന്ന പോലെയുള്ള ഒരു രീതിയാണുള്ളത്. അപ്പൊ അത് ഈ അങ്ങനെ നമ്മള് ഭാരതപ്പുഴയുടെ വടക്കോട്ട് വടക്കോട്ടുള്ള ആദ്യ ദേവാലയം രായവരം പള്ളിയാണല്ലോ. അപ്പൊ ആ രായവരം പള്ളി പിന്നെ അത് മംഗലാപുരം വരെ എന്നുള്ള കൺസെപ്റ്റ് വന്ന സമയത്തും നമ്മൾക്ക് സ്വന്തമായൊരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതെ തലശ്ശേരി രൂപതയിൽ വ്യത്യസ്തമായിട്ട്. അപ്പൊ അതെന്താണ് മറ്റ് ഈ രാജ്യങ്ങളിലേക്ക് പോയപ്പോ ഇല്ലാതായത്? അത് ഇപ്പം ഇവിടെ കോട്ടയം രൂപത അധ്യക്ഷന് യൂറിസ്ഡിക്ഷൻ പേഴ്സണൽ നാനാക്കാർ എവിടെയുള്ളൂ അവിടെ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. എന്നാൽ അത് ലോകം മുഴുവനും ഉള്ള പേഴ്സണൽ യൂറിസ്ഡിക്ഷൻ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന UK യിലും US ലും ഒക്കെ പേഴ്സണൽ ജ്യൂറിസ്ഡിക്ഷൻ കൊടുത്തിട്ടില്ല ഇന്നും. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞ മാർപ്പാപ്പായുടെ കൂട്ടല്ലേ, അങ്ങനെ ഒരു ഇത് കൊടുത്ത പിന്നെ അതിനകത്ത് പല നിയമ പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ അതുകൊണ്ട് അവിടെ ചെയ്യുന്ന എന്താണ്, രണ്ടു മെത്രാന്മാരുടെയും പേര് പറയുന്നുണ്ട് അവിടെ. അതൊരു സഭയുടെ ഭരണക്രമത്തിലെ ഒരു ഇതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ തെക്കുമാർ ചെല്ലുന്നിടത്തെല്ലാം ഇന്നത് വേണമെന്ന് പറഞ്ഞ് നമുക്ക് അവകാശപ്പെടാൻ എങ്ങനെയാ പറ്റുന്നത്? നമ്മളൊരു സഭാ സംവിധാനത്തിലായിരിക്കുമ്പോൾ അതിന്റെ ബേസിക് നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥതയില്ല. ഇപ്പൊ ഞങ്ങൾ തെക്കുമാരാണ്, അതുകൊണ്ട് ഞങ്ങള് കേരള ഗവൺമെന്റിന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതൊരു ഭരണ സംവിധാനമാണ്. അതിപ്പം ഈ സംവിധാനം പേഴ്സണലായ ജ്യൂറിസ്ഡിക്ഷൻ കോട്ടയം മെത്രാന് ലോകം മുഴുവൻ തരുന്നിടം വരെ ഈ സംവിധാനമേ തുടരുള്ളൂ. അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ റോം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ രൂപതയുടെ ഇടയിലും ഈ മെത്രാൻ പള്ളിയാക്കിയില്ലേ. അതൊരു ഇവിടെ അത് നമുക്ക് ഈസിയാ, കാരണം എല്ലാം ഒരു സഭ, സീറോ മലബാർ സഭ. ഇവിടെ നമ്മള് ഐഡന്റിറ്റി പണ്ട് പോലെ ഉള്ളതാണ്. ഇനി പുതിയതായിട്ട് ഒരു സംവിധാനം അനുവദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ കാരണമാണ് 1986 ചിക്കാഗോയിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഒരു റെസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇവര് പള്ളി തുടങ്ങി. അന്ന് തെക്കുംപാവരും മുടക്കുംപാവരും ഒരുമിച്ചാണ് ഇവിടെ തുടങ്ങിയത്. അപ്പൊ അവര് നമ്മളിങ്ങനത്തെ ഇത് തുടങ്ങിയപ്പോഴത്തേന് അവര് മാറിക്കളഞ്ഞു. കുളമേലത്തിനാണ് തുടങ്ങിയത്. അപ്പൊ അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇത് നമ്മൾക്ക് ഇത് 1911 രൂപ ഉണ്ടാകുന്നിടം വരെ നമ്മളെല്ലാരും ഒന്നിച്ചല്ലേ കഴിഞ്ഞു. അതിരമ്പഴ പള്ളിയിൽ തെക്കുമാരുണ്ടായിരുന്നു, കൈങ്ങളപ്പള്ളിയിൽ ഉണ്ടായിരുന്നു, ഉന്നതപ്പള്ളിയിൽ ഉണ്ടായിരുന്നു, ചുങ്കപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പള്ളികളെല്ലാം തെക്കുമാരും ഒരുമിച്ച് നിൽക്കാമെങ്കിൽ ഇപ്പൊ എല്ലാരും നിന്നോടനെ കുഴപ്പം. നമുക്ക് എന്താകും പാലിക്കാമെങ്കിൽ അവിടെ നിന്നോട് പാലിക്കില്ല. ആളുകൾ അതിനെ എതിർക്കുന്നുള്ളത് അത് സ്വാഭാവികം. ഈ മഠമത്ത് ഇപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാതെ അവരൊരു കുർബാന വീഴ്ചയില്ല. അതുപോലെ ആളുകള് അതുപോലെ ഇതിനെ അത് അറിവുകളിലൂടെ ഇന്ന് അറിവ് കൂടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇന്ന് നമ്മുടെ UK യിലും US ലും പോയി ഇഷ്ടംപോലെ ഡോളറും സ്റ്റെർലിംഗ് ഒക്കെ കൈ വന്നപ്പോഴല്ലേ ഇവര് പിന്നെ ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറയുന്നത്. പണ്ട് നമ്മൾ സാധാരണ മനുഷ്യരായിരുന്നു, ആർക്കും ഇത് വേണ്ടായിരുന്നു. ഈ മലബാറിലെ ആദ്യ കുടിയേറ്റ ഏറ്റവും തലപ്പള്ളി അല്ലെ രായപുരം പള്ളിയാണല്ലോ. അപ്പൊ പള്ളി ഇപ്പം പൊളിക്കണം അല്ലെ പൊളിക്കണ്ട എന്നുള്ള രണ്ട് അഭിപ്രായം ഉണ്ട്. അപ്പോൾ അത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്ന അവിടുത്തെ ഒരു വിഷയമാണ്. അപ്പൊ അതില് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ പറയുന്നത് രാജപുരം പള്ളി എന്ന് പറയുന്നതിന് അതിച്ച താമസിച്ചാണ് പണി തീർത്തത്. പക്ഷെ അത് ഒരു കുടിയേറ്റ ദേവാലയമാണ്. ഈ ദേവാലയം പണിയുന്നതിന് തറയപ്പിതാവ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് എസ്തപ്പാൻ ബ്രദർ എന്ന് പറഞ്ഞ് നമ്മുടെ രൂപതയില് കെട്ടിടങ്ങൾ പണിയിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രദറാണ് ഇത് പണിയിപ്പിച്ചത്. അതിന് നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ സ്ട്രക്ചർ അതിന് ഗോത്തിക് രീതിയിൽ. അപ്പൊ അതൊരു സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. അത് നിലനിർത്തേണ്ടത് ഈ വളരെ ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാല് രാമപുരം പള്ളി പഴയൊരു പള്ളിയാണ്.
അതവർ പൊളിച്ചു പണിയാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു കൂട്ടർ എതിർത്തിട്ട് അവർ പണിയിപ്പിച്ചില്ല. അതിന് വേറെ പണം അതിരമ്പഴ പള്ളി നമ്മളൊക്കെ പണ്ടുണ്ടാക്കിയ ആ പള്ളി അവര് പൊളിച്ചു പണിയാൻ സമ്മതിച്ചില്ല. പള്ളി വേറെ പണിയായിരുന്നു. നമുക്ക് മണ്ണത്തരം പറ്റി ഉഴവൂർ പള്ളിയും കൈപ്പള്ളി പള്ളിയൊക്കെ പൊളിച്ചു പണിത് അന്നത്തെ പുരാവസ്തു. അതേ സമയത്ത് കടുത്തുരുത്തി പള്ളി പൊളിച്ചു പണിതില്ല. പൊളിച്ചു പണിയാണ് അവർ തീരുമാനിച്ചെങ്കിലും ചെറുശ്ശേരിനായിരുന്നു വികാരി സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു നമ്മൾ ഒരിക്കലും ഈ പഴയ പള്ളി പൊളിക്കരുത്. അദ്ദേഹം അതിന്റെ അൾത്താരയും പിന്നെ ജനല് വെട്ടിവെച്ചു. അതല്ലാതെ മൊസൈക്ക് വിട്ടു. ആ കൂട്ടത്തില് അച്ഛനോട് പറഞ്ഞു അന്ന് ഈ വടക്കമ്പാവർക്ക് മുട്ടുകുത്താൻ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു പുറകില്. അത് നമുക്ക് പ്രത്യേകം മൊസൈക്ക് പറ്റിയിരുന്നു. മൊത്തം കിടക്കട്ടെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചരിത്രബോധമുള്ള അച്ഛന്മാരുള്ളിടത്ത് ഇത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴുള്ള ഒരു ചരിത്രബോധമില്ല. ഒരു 10-100 കുടുംബങ്ങൾ ഇവിടെ വന്നു. അതുങ്ങളുടെ ഇവിടുത്തെ അസ്ഥിവാരം ഇട്ടത് അവരാ. പട്ടിണി കിടന്നു പരിവട്ടത്തിലും അവരുണ്ടാക്കി എടുത്ത ഒരു സ്ട്രക്ചർ, അത് അവരോടുള്ള ബഹുമാനമാണ്. നമ്മുടെ പൂർവികരോടുള്ള ഒരു ബഹുമാനത്തിന്റെ അടയാളമാണ് ആ പള്ളി. അതിപ്പം പിന്നീട് വന്നവർക്ക് അത് അതിന്റെ വില മനസ്സിലാകില്ല. അത് ഇപ്പോഴത്തെ മെത്രാന്മാർക്ക് മനസ്സിലാകില്ല. ഞാന് മുലക്കാട്ട് മെത്രാനോട് 2 ആഴ്ച മുമ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആ രാജപുരത്തെ പള്ളി പൊളിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അതവർ പുതിയവും തീരുമാനിച്ചതാണ്. ഞാൻ പറഞ്ഞു, പിതാവിനറിയാവോ, അത് എസ്തപ്പാൻ ബ്രദറൻ ആണ് അത് പണിയിപ്പിച്ചത്. ഒരു പ്രത്യേക കത്തീഡ്രലിന്റെ സ്ട്രക്ചറാണ് അതിന്. അതുകൊണ്ട് അതവിടെ നിലനിൽക്കട്ടെ, പള്ളി വേണമെങ്കിൽ വേറെ പണിയാൻ മേലെ. അത് പുതിയവും പറഞ്ഞവർ ഞാനും കഴിയും അതിനെ ഓവർറൈഡ് ചെയ്യാൻ പറഞ്ഞു. ചെയ്യലവര്. കാരണം ഇത് അവരൊരിക്കൽ തീരുമാനിച്ചാൽ അവരുടെ തീരുമാനം ഇപ്പത്തെ സീറോമലബാർ സഭയുടെ കുർബാനക്രമം കാണാൻ മേലെ ഞങ്ങളുടെ അനുസരിക്കുക. ജനങ്ങൾ 5 ലക്ഷം ജനങ്ങളും 500 വൈദികരും പറയും നിങ്ങൾക്ക് ജനാഭിമുഖ കുർബാനാണ്, പറ്റിയല്ല എന്ന് പറയാൻ പറ്റും.